ഈഴവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് നിഷിദ്ധമായിരുന്നു. ക്ഷേത്രത്തിൽ കയറിക്കഴിഞ്ഞാൽ കുറ്റകരമായ ഒരു ശിക്ഷയായിരുന്നു എന്നും നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മുകളിൽ കാണുന്ന ചിത്രത്തിലെ ആ ക്ഷേത്രം നിങ്ങൾ നോക്കിക്കോളൂ. അത് ഇല്ലവാസ് ടെമ്പിൾ അറ്റ് ചാക്കി എന്നാണ് അതിൻ്റെ അടിക്കുറിപ്പും കൊടുത്തിരിക്കുന്നത്. ഇല്ലവർ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എത്രത്തോളം ബൃഹത്തായിരിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് എന്നുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ രൂപം, ഘടന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊന്നും കൂടെ സാധിക്കും. ഏകദേശം മിനിമം ഒരു 100 വർഷത്തിൽ അധികമെങ്കിലും പഴക്കവും ചരിത്രവും പാരമ്പര്യവും ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഇല്ലവരുടെ പേര് പറഞ്ഞിട്ടാണ് ഈഴവർ ഇന്ന് മേനിനടിക്കുന്നത്. ഇല്ലവർ എന്ന് പറയുന്നത് ഈഴവരിലെ ഒരു അവാന്തര വിഭാഗമായിട്ടാണ് ഈഴവർ ഇന്ന് പറഞ്ഞ് പരത്തുന്നത്. ഇതിൻ്റെ രേഖ ഞാനൊന്ന് പറയാം. 1883 സാമുവൽ മീറ്റർ എന്ന് പറയുന്ന മിഷനറി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. 1883 ആ പുസ്തകത്തിൻ്റെ പേര് നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ. ഈ പുസ്തകത്തിലാണ് 1883 ഈ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഐതിഹാസികമായിരിക്കുന്ന ശിവപ്രതിഷ്ഠ നടക്കുന്നത് 1888 ഫെബ്രുവരി 20-നാണ്. അതായത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് 5 വർഷങ്ങൾക്കപ്പുറം. ഈ പുസ്തകം 83 പ്രസിദ്ധീകരിക്കണമെങ്കിൽ എത്ര നാൾ മുമ്പേ ഈ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കും? ഈ ചിത്രത്തിൽ തന്നെ ഇതിന് ഏകദേശം 100 വർഷത്തിലധികം പഴക്കവും പാരമ്പര്യവും നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഈഴവർ എന്ന് പറയുന്ന വ്യാജ സമൂഹം ഇല്ലവർ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു സമൂഹത്തിനെ വിഴുങ്ങിയതാണ് എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്നത് ഒരു ചരിത്രപരമായ സത്യമാണെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പണിക്കന്മാർ, ചാന്നാന്മാർ, തണ്ടാർമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഇല്ലവർ ഗോത്രത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാരാണ്. അല്ലാതെ ശ്രീലങ്കയിൽ നിന്നും അടിമപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്ന ഈഴവരല്ല എന്ന ചരിത്രം സമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത്തരുണത്തിൽ ആയിരക്കണക്കിന് ഗോത്രങ്ങളെയും ജാതികളെയും വിഴുങ്ങി 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 ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യാജ സംഘടനയാണ് ഈഴവ എന്നുള്ളത് ഇനിയെങ്കിലും പൊതുജനവും ഗവൺമെൻറ്റും മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യം തന്നെയുണ്ട്. കാരണം ഒരു ബൃഹത്തായ ജാതി കൂട്ടമായി മാറിക്കൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളെയും തകിടം മറിക്കുക, അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം.